ഇന്ത്യയിലെ രാഷ്ട്രീയം പറയാനൊക്കെ പറ്റും. അതേപോലെ തന്നെ ഈ ഇന്ത്യയിലെ കക്ഷി രാഷ്ട്രീയങ്ങളെ പറ്റി വിശദീകരിച്ച് പറയാം. ഭരണപക്ഷീയത്തെ പറ്റി ഒന്നും പറയാൻ പാടില്ല. ഇങ്ങനെ കുറേ രാജ്യസ്നേഹികൾ ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് എന്ത് ചെയ്യട്ടെ എന്ന് ആലോചിച്ചിട്ട്. പക്ഷെ അഖിൽ മാരാരുടെ ഇഷ്യൂ ആണ് ഞാൻ പറയാൻ വന്നത്. അഖിൽ മാരാരുടെ ഇഷ്യൂവിൽ അഖിൽ മാരാർ പറഞ്ഞ എല്ലാം ഒന്നും കുഴപ്പമില്ല. പക്ഷെ ആ ബലൂചിസ്ഥാൻ അതിൽ കൊണ്ടുവന്ന് കളഞ്ഞു. ബാക്കിയൊക്കെ ഓക്കെ. എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു വന്നത് മറ്റൊരു മേഖലയിലാണ്, പക്ഷെ പറഞ്ഞെത്തിപ്പെട്ടത് മറ്റൊന്നിലേക്കായിപ്പോയി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഏതായാലും പെട്ടു. രാജ്യദ്രോഹ കുറ്റം എന്ന് പറയുമ്പം അസാധ്യം കഷ്ടപ്പാടുള്ള സംഗതിയാണ്. ഇപ്പോൾ ഉണ്ടാക്കിയ കാശൊക്കെ നല്ലൊരു തുക പോകും എന്നുള്ളത് സത്യം. അറസ്റ്റും വരാം, അറസ്റ്റ് ഉണ്ടാവും തീർച്ചയായിട്ടും. അറസ്റ്റ് ആൻറ്റിസിപ്പേറ്ററി ഒക്കെ പാസ്സാവാൻ വളരെ പാടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അയാളുടെ സ്ത്രീവിരുദ്ധത ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യമാണ്. അഖിൽ മാരാർ ഭയങ്കര സ്ത്രീവിരുദ്ധനാണ്. അയാളുടെ ചില നേരത്തെ ഡയലോഗ് കേട്ടാൽ ചത്ത് കിടക്കുന്ന ശവവും എഴുന്നേറ്റ് ഒരെണ്ണം പൊട്ടിക്കും അമ്മാതിരിയാണ്. ടോക്കറ്റീവാണ് ആൻഡ് ഔട്ട് സ്പോക്കണുമാണ്. പക്ഷേ അത് അയാൾ ആഗ്രഹിച്ച, അയാൾ പോയി ചേരാൻ ആഗ്രഹിച്ച പാർട്ടിയെ പറ്റി പറഞ്ഞപ്പോൾ കിട്ടിയ ഒരു അടി അത് അയാളെ ശരിക്കും ചകിതനാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുള്ളി നന്നായി സംസാരിക്കുന്ന, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു സ്പേസ് പോലും കൊടുക്കാതെ കണ്ടിന്യൂസ്ലി ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് വരെ കൊണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരാളാണ്. സംഘികൾ ഏറ്റവും കൂടുതൽ സ്പേസ് കൊടുത്ത് ബൂസ്റ്റപ്പ് ചെയ്ത് സംഘി ചാനൽ ത്രൂ പിന്നെ സംഘികളുടെ തന്നെ ഒരു ഷോയി അത്യാവശ്യം റീച്ചൊക്കെ നേടി പുറത്തേക്ക് വന്ന ആളാണ്. ശങ്കിക്കുട്ടനെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ സംഘികൾ തന്നെ പണി കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. സെയിം തിങ് തന്നെയാണ് പുട്ടുമാറ്റുവിനും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു അന്തരീക്ഷം, അതായത് ഒരു യുദ്ധസമാനമായ രീതി അതിനോടനുബന്ധിച്ചിട്ടുള്ളത്, ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം രാജ്യദ്രോഹ കുറ്റം കിട്ടുമെന്ന്. കാരണം രാജ്യവിരുദ്ധത നമ്മൾ പറയുന്നു എന്നാക്കി തീർക്കാൻ ഒരു പറ്റം അപ്പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൂടുതൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വളരെ വിഷമിക്കുന്ന അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഒരവസ്ഥയിൽ കൂടെ അഖിൽ മാരാർ പോകുന്ന കണ്ടപ്പോൾ സത്യത്തിൽ സഹതാപം തോന്നി. വേണ്ടിയിരുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അഖിൽ മാരാർ അതിനകത്ത് പോയി ചാടേണ്ട കാര്യമില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്ക് തോന്നും, ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരാൾ പുറത്തു പോകുന്നു, 10 പേരെ അടിക്കുന്നു, വീട്ടിൽ വന്ന് ഹീറോയിസം കാണിക്കുന്നു, അപ്പോൾ അതൊരു നല്ല ഗുണ്ടാ പ്രവൃത്തിയാണ് എന്ന് നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ആളെ ഒരു വലിയ ഗുണ്ടയാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന മൈന്യൂട്ട് തകരാറുകളിൽ ഒന്നിനു മുമ്പേ നമ്മളെ പള്ളയിൽ കത്തിയേറ്റും. കാരണം അവനൊരു ബിൽറ്റിൻ മോഡിൽ തന്നെ ഒരു ഗുണ്ട ആയി കഴിഞ്ഞു. അപ്പോൾ അതുപോലെ ഒരു ടേമാണ് ഇപ്പോൾ ഉള്ള ആൾക്കാർ അനുഭവിക്കുന്നത്. കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരുടെ തന്ത്രം അത് പയറ്റി അതിനകത്ത് ആ ഒരു രാഷ്ട്രീയത്തിൽ കൂടെ ഭരണപക്ഷത്തേക്ക് പോയിരിക്കുന്നവർ അത്രത്തോളം ഡേഞ്ചറാണെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബോധം മതി. അത് മനസ്സിലാക്കാതെ ആ രാഷ്ട്രീയത്തിനെ അനുകൂലിച്ചു കൊണ്ടുള്ള വർത്തമാനം പറഞ്ഞവർക്കൊക്കെ അവർ തന്നെ പണി കൊടുക്കുന്നത് കാണുമ്പം ഒരല്പം സമാധാനവും അതിൻ്റെയോടൊപ്പം തന്നെ വല്ലാത്തൊരു ആകുലതയുണ്ട്. നമ്മളെ രാജ്യം സഞ്ചരിക്കുന്നത് വളരെ മോശപ്പെട്ടൊരു സിറ്റുവേഷനിലാണെന്നുള്ള തിരിച്ചറിവുണ്ട്. ഒറ്റാളെ വെച്ചിട്ട് കോൺട്രി ചെയ്തിട്ട് ആക്രമിക്കുമ്പോൾ ഈസി ആയിരിക്കുമെന്നും അങ്ങനെ പറയുന്നവരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതൊരു ലക്ഷ്യമാണെന്നുമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. രാജ്യവിരുദ്ധത പറയുന്നത് തെറ്റ് തന്നെയാണ്, അതിന് തർക്കമൊന്നുമില്ല. അങ്ങനെ അഖിൽ മാരാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അതിനെതിരെ നിയമ നടപടികളുമായി മുൻപോട്ട് പോകണം. പക്ഷെ ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാനുമുണ്ട്. ആ പറഞ്ഞ മുഴുനീള ഇതിനകത്ത് നല്ല കുറേ അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ അതെടുക്കാനാകത്തില്ല. കാരണം എവിടെയോ ഒരിടത്ത് പിഴച്ചപ്പോൾ ആ പിഴച്ച ഇടത്ത് വെച്ച് അവർ പോയിന്റ് ഔട്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ വിഷയത്തിൽ നോ കമൻസ്. ഒന്നാമത്തെ കാര്യം, ഒത്തിരി കമൻസിൽ വന്ന് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാനൊരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. ഒത്തിരി വാട്സപ്പിലൊക്കെ മെസ്സേജ് വന്നതുകൊണ്ട് ചെയ്തതാണ്. അഖിൽ മാരാർ വിഷയത്തിൽ എനിക്ക് കമൻസേ ഇല്ല. കാരണം പലപ്പോഴും അഖിൽ മാരാർ ചെയ്യുന്ന ഒരു കാര്യം കാറ്റിനനുസരിച്ച് തൂറ്റുക എന്നുള്ളതാണ്. അതായത് എങ്ങോട്ടാണോ കാറ്റിൻ്റെ ദിശ അതിനനുസരിച്ചിട്ട് പുള്ളി അങ്ങോട്ട് മുഖം തിരിച്ചു വയ്ക്കാറാണ് പതിവ്. അത് തന്നെയാണ് പുള്ളിയുടെ ഏറ്റവും വലിയ പരാജയം. നമുക്കൊരു നിലപാടുണ്ടാവും, വ്യക്തതയുണ്ടാവണം. ആ നിലപാടിൽ, ആ വ്യക്തതയിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോഴാണ് നമ്മളുടെ വ്യക്തിത്വത്തിന് മൂല്യം ഉണ്ടാവുക. അതേസമയം ചില കാര്യങ്ങൾ ചിലയിടങ്ങളിൽ പറയാൻ പാടില്ലാത്തത് മറ്റുള്ളവരെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ പ്രശ്നക്കാരാകുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അഖിൽ മാരാർ എന്ന്.
ഇനി രാജ്യദ്രോഹത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് ആ അറിഞ്ഞൂടാത്തൊരു സെക്ഷനിലേക്കൊക്കെ കടന്നു കയറി എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അത് രാജ്യദ്രോഹപരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഏതെങ്കിലും ഒരു രാജ്യത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നോ ഒക്കെ പറയുന്നത് തീർച്ചയായിട്ടും വലിയ കുറ്റമാണ്. നമ്മുടെ രാജ്യത്ത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ട് കിട്ടും. ഹമാസിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ തീവ്രവാദിയാകും. അതേപോലൊരു സംഗതിയാണ് ഇപ്പം നേരത്തെ പറഞ്ഞ സാധനം. തീവ്രവാദിയാകണോ അതോ രാജ്യസ്നേഹിയാകണോ എന്നൊക്കെ ഓരോ മനുഷ്യരുടെ തീരുമാനമാണ്. ആവശ്യമുള്ളവർക്ക് തീരുമാനിച്ചിട്ട് ആവശ്യമുള്ളതൊക്കെ സപ്പോർട്ട് ചെയ്ത് മുൻപോട്ട് പോകാം. രാജ്യം നമ്മുടേതല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ പൗരന്മാർ തന്നെ രാജ്യത്തതല്ല എന്ന് പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ നല്ല സുഖമുള്ള ഏർപ്പാടായതുകൊണ്ട് ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗുണ്ടയാണ് നമ്മൾ വളർത്തുന്നത്. ആ ഗുണ്ട നാളെ നമ്മളെയും കയറി തീർക്കും. അത്രയേ ഉള്ളൂ. അവർക്ക് ഇന്ന മതം, ഇന്ന ജാതി, ഇന്ന പക്ഷം ഒന്നുമില്ല. അവർക്കൊരു പക്ഷമേ ഉള്ളൂ. അവർക്ക് അവിടെ ഭരണപക്ഷത്തിൽ ഇരിക്കണം. അതിലിരുന്നു കൊണ്ട് അവർക്ക് സുഖിക്കണം. ആ സുഖത്തിന് വേണ്ടിയിട്ട് ഒരു മാക്സിമം യൂസ് ചെയ്യുന്നു. എത്രത്തോളം നമ്മൾ പറഞ്ഞാലും മനസ്സിലാക്കാതെ കൊണ്ടേ പഠിക്കുന്നവൻ കൊണ്ട് തന്നെ പഠിക്കട്ടെ എന്ന് മാത്രമേ എനിക്കിതിനകത്ത് പറയാനുള്ളൂ. നിരാശാജനകമായ ഒരു ന്യൂസ് മാത്രമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അർത്ഥം അഖിൽ മാരാറിന് സപ്പോർട്ടെന്നല്ല. അഖിൽ മാരാറിന് അത് വേണ്ടാത്ത ഒരു വേലയായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു ക്രൈം ഏകദേശം തെളിയിക്കപ്പെടും. പുള്ളി ഒരു രീതിയിലുള്ള ഒരു റെഫറൻസും ഇല്ലാതെ എയറിലേക്ക് പറഞ്ഞ സംഗതിയാണ്. ഇനി ഇത് കോടതിയിൽ നിന്ന് ഇയാൾക്കൊരു റിലീസ് കിട്ടാൻ ഇയാൾ പൊട്ടനാണെന്ന് അവിടെ ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ അമ്മാതിരി ഒരു പെടലാണ് പുള്ളി പെട്ടിട്ടുള്ളത്. ജയിലിലേക്ക് പൂർണ്ണമായി കിടക്കുമെന്നല്ലെന്ന് എനിക്കറിയത്തില്ല. രാജ്യദ്രോഹി എന്ന പട്ടം അവിടെ കിട്ടി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം കുറ്റം കൊടുത്തിരിക്കുന്ന ആരാ? വിസെഫിക്കാരനുമാണ്. വിസെഫിക്കാരൻ കൊടുത്തിരിക്കുന്ന കുറ്റം രാജ്യദ്രോഹവുമാണ്. ഏകദേശം അടപടലം നമ്മുടെ അണ്ണം പൂട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. അനാവശ്യമായ സ്റ്റേറ്റ്മെൻറ്റുകൾ ആര് തന്നെ ആയിരുന്നാലും പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മളുടെ വ്യവസ്ഥയും സാഹചര്യങ്ങളും വളരെ ഡേഞ്ചർ സോണിലാണ്. അത് ഞാൻ എന്നോടും കൂടെ പറയുന്നൊരു കാര്യമാണ്. സംടൈംസ് നമുക്ക് കിബില തെറ്റി വല്ലതും പറഞ്ഞു പോകാറുള്ളൂ. അത് തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. പക്ഷേ ഇത്രയും വലിയ ആനക്കാര്യമൊന്നും ഞാൻ എടുക്കാറില്ല. നമുക്കറിയാത്ത കാര്യം നമ്മൾ പറയണ്ടല്ലോ. ബലൂചിസ്ഥാനെ പാകിസ്ഥാൻ സംരക്ഷിക്കുന്നു, പാകിസ്ഥാനെ ബലൂചിസ്ഥാൻ ഒന്നും എനിക്കറിയാത്ത കാര്യമാണ്. അറിഞ്ഞാൽ ഇതൊന്നും എനിക്ക് പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ്. അത് നമ്മുടെ വിഷയമല്ല. ഔട്ടർ ഇന്ത്യയിലെ കാര്യങ്ങളൊന്നും നമ്മുടെ വിഷയമല്ല. നമുക്ക് ഇൻസൈഡ് ഇന്ത്യയിൽ തന്നെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ പോരെ എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യം. അത് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്താം. കേൾക്കാമല്ലോ എന്താണെന്ന്. താങ്ക് യു.